എൻ്റെ ബ്രാൻഡ് മറ്റേ ആഡ്സിൽ ഇപ്പോൾ ആഡ്സ് റൺ ചെയ്തിട്ട് എനിക്കതിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ അഡ്വർടൈസ്മെൻറ്റ് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് കണ്ടൻറ്റുകൾ എഴുതാതെ എനിക്ക് തോന്നുന്നു ഒരു 6 to 12 seconds ആയിരിക്കും ഒരു ടൈം ഫ്രെയിം ഒരാളൊരു ഹോർഡിങ്സ് വിസിബിൾ ചെയ്യാൻ. ഒരാളുണ്ട്, പുള്ളി ഏത് ഇവൻറ്റിന് പോയാലും പുള്ളിനെ കാണാം. പുള്ളി ഭയങ്കര എന്തോ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ പുള്ളി എല്ലാവരായിട്ടും പോയി സംസാരിക്കും, ഭയങ്കര ആക്റ്റീവാണ്. ഞാനിങ്ങനെ ഇന്നൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ വാങ്ങും, എല്ലാവരുടെയും നമ്പർ വാങ്ങും. പിറ്റേ ദിവസം തൊട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. പഴയ ലോഗമൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് തോന്നിയിട്ട് ഇവർ ഒരു ബ്രാൻഡിങ് ഏജൻസിനെ സമീപിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ റീബ്രാൻഡ് ചെയ്യണം, അപ്പോൾ ലോകം മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കൂടി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു പോയിന്റ് വരാം, അവർ പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോഗോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവില്ല. അവിടെ ചിലപ്പോൾ അവർക്ക് അവരുടെ ലോഗോനെ തന്നെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്താൽ മതിയാവും. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് റോഷനാണ്, ബ്രാൻഡ് കൺസൾട്ടൻറ്റ്, ബോസിറ്റോ. ഹായ് മുഹമ്മദ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഈ മാർക്കറ്റിംഗ് ചാനൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും? ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ശരിക്കും ഒരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു എലമെൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്കിതിനെ സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെഫറൽസ് ജനറേറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ റെഫറൽസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ചാനലാണ്, അതല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ്. റെഫറൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ബിസിനസ് നെറ്റ്വർക്കുകൾ, ഇപ്പോൾ BNI അല്ലെങ്കിൽ ഇപ്പോൾ ജേക്കോം എന്നൊക്കെ പറയുന്ന പോലത്തെ റെഫറൽസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതെ, അത് ഒരു മേഖലയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി വേറെ രീതിയിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഔട്ട്ഡോർ ഇപ്പോൾ നോർമലി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മീഡിയംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രഡീഷണലി ഉള്ള ഇപ്പോൾ ബിൽ ബോർഡ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്റർ ആഡ്സ്, അതുപോലെ ന്യൂസ് പേപ്പർ ആഡ്സ്, ടെലിവിഷൻ ആഡ്സ്, ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാനൽസാണ് പൊതുവെ മാർക്കറ്റിങ്ങിനായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയുള്ളതും ചെയ്യാം. ഇപ്പോൾ ഗൊറില്ല മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള പബ്ലിക് ഇൻട്രാക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാം. അത് റിയാക്ഷൻ എടുക്കുന്ന റീൽസായിട്ടല്ലാതെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കീ ഐസ്ക്രീം മറൈൻ ഡ്രൈവിൽ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ചെയർ ഒക്കെ വെച്ച് അവരുടെ ഐസ്ക്രീം ഒക്കെ ഷെയർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കൂ എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു അങ്ങനെ എന്തോ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സംഭവം സ്കീ ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. അതൊരു പബ്ലിക് ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് പല രീതിയിലൂടെ ചാനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒരു എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ചാനലാണ്. അതിൽ തന്നെ പല വെർട്ടിക്കൽസ് വരും. ഇപ്പോൾ SEO, അത് കുറച്ചും കൂടെ എനിക്ക് SEO കുറച്ചും കൂടെ ബ്രാൻഡിങ്ങിൻ്റെ അണ്ടറിൽ വരാൻ തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് SEO. പിന്നെ നമുക്ക് മെറ്റാ ആഡ്സ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഭയങ്കര ബൂമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും മൈക്രോ നാനോ ഇൻഫ്ലുവൻസേഴ്സാണ് കൂടുതലും പെർഫോം ചെയ്യുന്നത്, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഓവർ പ്രോമിസിങ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു കുറേ സൺസ്ക്രീനിൻ്റെ കുറേ ബ്രാൻഡുകളിൽ പ്രൊമോട്ട് ചെയ്തിട്ടൊക്കെ കുറേ പേർക്ക് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വരുന്നത് ഞാനിപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ ഈ ചാനൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പൊതുവേ. മൊത്തത്തിൽ നമുക്കൊരു ചാനൽ വൈസ് സ്ട്രാറ്റജി എപ്പോഴും വേണം. ഓരോ ചാനലിലും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മെറ്റാ ആഡ്സിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെറ്റാ ആഡ്സിൻ്റെ ഗോൾ നമുക്ക് എന്താണെന്ന് അറിയണം. അപ്പോൾ എൻ്റെ ബ്രാൻഡ് മെറ്റാ ആഡ്സിൽ ഇപ്പോൾ ആഡ്സ് റൺ ചെയ്തിട്ട് എനിക്കതിൽ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായി. എൻ്റെ ഓഡിയൻസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ടിരിക്കണം. ചിലപ്പോൾ കൺവേർഷൻ ആണോ എന്നുള്ളത്, ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ് ചിലപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗോൾ എന്താണെന്നുള്ളത് വ്യക്തമായിരിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം, മാർക്കറ്റിംഗ് മാത്രമല്ലാതെ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായിട്ട്. ഇപ്പോൾ ഞാനൊക്കെ കുറച്ചും കൂടെ സ്റ്റോറി ടെല്ലിങ് എലമെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്റ്റോറീസ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പൊതുവേ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് ഇല്ലാതെ ഇപ്പോൾ നമ്മുടെ സർവീസ് ചൂസ് ചെയ്യൂ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കൂ എന്നുള്ളതിൽ പകരം നമ്മളെന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ എന്താണോ നമ്മളുടെ സ്ഥാപനത്തിലും അതുമായി ചുറ്റിപ്പറ്റി നടക്കുന്നതും അതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുക. കസ്റ്റമറിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു പെർസെപ്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായിട്ട് എന്താ പറയുക, നമുക്കൊരു ഗോള് വേണം ഓരോ ചാനലിൻ്റെയും. ഇപ്പോൾ ഹോർഡിങ്സ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഹോർഡിങ്സിൻ്റെ ഒക്കെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക, എത്ര പേര് കണ്ടു, എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു ബ്രാൻഡ് അതോറിറ്റി ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ആഡ് കാണുന്നതും
ബോർഡിൽ ഒരു വലിയ ഹോർഡിംഗ് ആയിട്ട് നമ്മളൊരു ആഡ് കാണും തമ്മിൽ വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അറ്റൻഷൻ ഹുക്ക് ചെയ്യേണ്ടി ഒരു 3 സെക്കൻഡ് അങ്ങനത്തെ ഒക്കെ ഒരു ആക്ടിവിറ്റീസ് വേണ്ടി വരും. ഹോർഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഹോർഡിങ്സ് എപ്പോഴും ഒരു അതോറിറ്റി നൽകാറുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇന്നോവേറ്റീവായിട്ട് പല രീതിയിലുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് ഹോർഡിങ്സ് ഒക്കെ അതെ 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 അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർഡിങ്സ് ആയാലും നമ്മൾ ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് കണ്ടന്റുകൾ എഴുതാതെ എനിക്ക് തോന്നുന്നു ഒരു 6 to 12 seconds ആയിരിക്കും ഒരു ടൈം ഫ്രെയിം ഒരാളൊരു ഹോർഡിങ്സ് വിസിബിൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി സിസ്റ്റം ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മളുടെ ഒരു ബ്രാൻഡിനെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഹുക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അതിൽ കൊടുക്കുക. അതിപ്പോൾ ഈ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ബ്രാൻഡ് ഉണ്ട്. അവരുടെ ഒക്കെ ഒരു ഹോർഡിങ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടൈപ്പോഗ്രഫി ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു. അത് ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ. കാരണം ആ ഒരു ക്യാപ്ഷൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ഞാനൊക്കെ അത് പണ്ട് കണ്ട സമയത്ത് അതിൻ്റെ ക്രിയേറ്റേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പോയി കണ്ടുപിടിച്ച് അവർ ഷഹീർ എനിക്ക് ക്ലോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു. പുള്ളിയിലൊക്കെ പോയിട്ട് കണ്ട് ഞാനൊക്കെ പണ്ട് ഓരോ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുക്കും. ഇതിൻ്റെ ഒരു ഗൈഡൻസ് തരും. പുള്ളി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളെ ഈ ഇൻഡസ്ട്രി കുറച്ചും കൂടെ ഫെമിലറൈസ് ചെയ്യാനായിട്ട് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരിലാണ്. അപ്പോൾ ഈ ഹോർഡിങ്സ് അങ്ങനൊരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടെലിവിഷൻ ആളുകളൊക്കെ കൂടുതൽ യൂട്യൂബ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂട്യൂബിൽ അഡ്വർടൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ യൂട്യൂബ് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ എല്ലാവരും പ്രിഫർ ചെയ്യുക. പിന്നെ അതുപോലെ ന്യൂസ് പേപ്പർ ആഡ്സ് അതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ എത്ര പേര് വായിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഫോണിലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ. പക്ഷെ എന്നാലും അതിനൊരു റീച്ചുണ്ട്. TVC ആഡും ന്യൂസ് പേപ്പറും സ്റ്റിൽ അവർക്ക് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അതെ, ആ ടാർഗറ്റ് ഓഡിയൻസിനെ പഠിച്ച് ചെയ്താൽ കുറച്ചും കൂടെ വർക്കാവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഒക്കെ ഇപ്പോഴും ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ കൂടുതലും വർക്കാവുന്നത്. സോഷ്യൽ മീഡിയയിൽ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആക്ച്വലി ഒരു ഓഡിയൻസിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ അതെ ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ കസ്റ്റമർ ജേണി പ്രോപ്പറായിട്ട് നമ്മൾ മാപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു ജേണി നമ്മൾക്ക് മാപ്പ് ചെയ്യാം. ഓക്കെ, അവരെങ്ങനെയൊക്കെ ആയിരിക്കും, അവരുടെ ഒരു റുട്ടീൻസ് അല്ലെങ്കിൽ അവരെവിടെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പോൾ മാൾസിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പരസ്യം ഞാൻ മാളിൽ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പരസ്യം ഞാൻ ഓട്ടോയിൽ ബ്രാൻഡ് ചെയ്യണോ, ഓട്ടോൻ്റെ അകത്ത് ഇപ്പോൾ ബസ്സിൽ ഒക്കെ. ചാനൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി എഫേർട്ട് എടുത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടേതായ രീതിയിലുള്ള ചാനൽസും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ചാനലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവയർനെസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ അത്യാവശ്യം എഫക്റ്റീവായിട്ട് ചെയ്ത് തുടങ്ങിയുള്ളത് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് സെഗ്മെൻറ്റ്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ടാണ്. അത് എന്താ പറയുക, അത് ആക്ച്വലി അത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടിയത് എനിക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്നാണ്. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു, കൺവേർഷൻ കിട്ടിയത്. അത് ഭയങ്കര അതിനൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം മറ്റുള്ളതൊക്കെ മറ്റു പല ചാനൽസ് യൂസ് ചെയ്താണ് ബ്രാൻഡ് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നത്. ഇത് ഡയറക്റ്റാണ്. അതെ, അതിനൊരു ബ്രാൻഡ് അവയർനെസ് ഭയങ്കരമായിട്ട് നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻഗേജ്മെൻറ്റ്സും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ പേരൊന്നും വില്ലിങ് ആയിട്ടില്ല. പിന്നെ അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം CRM ആയിട്ട്. നമുക്ക് അത് നമ്മളുടെ മെറ്റാ ആഡ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം, കുറേ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എത്രയും സുതാര്യമായിട്ട് നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജിയുടെ ഒരു സഹായത്തോടുകൂടി നമുക്ക് കാര്യങ്ങൾ കുറേ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ തന്നെയാണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ പേര്, നമ്പർ, അഡ്രസ്സ് മാത്രമല്ല, എന്താ പറയുക, ഡെമോഗ്രഫിക്സ് വൈസുള്ള എത്ര, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്ക് എത്ര കസ്റ്റമർ ബേസ് ഉണ്ട്, ഇതിൽ നിന്ന് എനിക്ക് എത്ര കൺവേർഷൻ കിട്ടുന്നുണ്ട്, കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് ഇത്ര പൊട്ടൻഷ്യൽ സെയിലുണ്ട്, ഇവിടെ നിന്ന് ഇത്ര സെയിൽ വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇത്ര സെയിൽ വരുന്നില്ല. ഓക്കെ, നമുക്കപ്പോൾ ആ മാർക്കറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. ഏത് ചാനൽ തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് ക്യാമ്പയിൻസ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മെട്രിക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്താണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, നമ്മൾ എൻ്റെ ഗോൾ എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ മെഷർ ചെയ്യാണ്ട് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റോളൊക്കെ നമുക്ക് കിട്ടും. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ക്യാമ്പയിനൊക്കെ നമ്മൾ ചെയ്തു, ഞാൻ അടിപൊളി ക്യാമ്പയിനൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും.
പക്ഷെ അത്രത്തോളം നമ്മുടെ ബിസിനസ്സിന് ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കണക്കൂട്ടി നോക്കാണ്ട് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞാനൊരു 10 lakh സ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊരു ടോട്ടൽ ഒരു 10 lakh സ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊരു 25 lakhൻ്റെ ഒരു സെയിൽസ് അല്ലെങ്കിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാനിപ്പോൾ ഈ സീസണിൽ ഒരു 25 lakh സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ചുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അവിടെ 50 ലക്ഷം വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അതെ അതെ അതെ. ഈ ബജറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റിങ്ങിൽ? ഈ ബജറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു ലൂപ്പുണ്ട്. അതായത് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണം. അതിന് ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള ബ്രാൻഡുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് വരുന്നതിനനുസരിച്ചിട്ടാണ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആരും നിൽക്കാറില്ല. അതെ, ബഡ്ജറ്റ് കുറച്ച് സ്പെൻഡ് ചെയ്ത് നോക്കിയിട്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ചൊരു എമൗണ്ട് നമ്മളെ ഡിഫറെൻറ്റ് ചാനൽസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു മന്ത്ലി ബഡ്ജറ്റ് ഒരു 5 lakh ഉള്ളൂ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ടെങ്കിൽ ഏത് ചാനലിന് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ പറ്റണം. ഏതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് അതിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു CRM സോഫ്റ്റ്വെയറിൽ അനിവാര്യമായിട്ട് വരികയും നിങ്ങൾ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മെറ്റ ആഡ്സിൽ സ്പെൻഡ് കൂട്ടിയിട്ട് കാര്യമില്ല. ഈ വരുന്ന ലീഡൊക്കെ എവിടേക്ക് പോകും? അതെ, ലീഡ് വന്നാൽ മാത്രം പോരാ, അതിന് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ CRM ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഏതിൽ ഞാനിപ്പോൾ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസും അല്ലെങ്കിൽ അതറിയാതെ പറ്റുന്ന കുറേ മിസ്റ്റേക്കുകളുണ്ട്. കാരണം ഒരുപാട് ലീഡ്സ് വന്നിട്ട് ഫോളോ അപ്പിങ് വരെയൊക്കെ ഒന്നും നടക്കാണ്ട് ഇങ്ങനെ, കാരണം ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് ഇതെല്ലാം. ഇതിൽ നമുക്ക് റിസൾട്ടും ഉണ്ട്, ഇൻസൈറ്റ്സും ഉണ്ട്. ഇപ്പം നമുക്കൊരു സെയിൽ മാത്രമല്ല അത്. നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു 10 പേര് നമ്മളുടെ എൻഗേജ് ചെയ്തു, നമുക്ക് അതിൽ നിന്ന് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് സെയിൽ മാത്രമല്ല. അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു അനലറ്റിക്സ് കൂടിയാണ്. അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. ഡാറ്റ പ്രോപ്പറായിട്ട് നമ്മളെ കമ്പനിക്കകത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ കേസ് സ്റ്റഡീസ് ഏജൻസീസ് ഉണ്ടാക്കും. കസ്റ്റമറെ പിടിക്കാനായിട്ട് നമ്മളെ ക്ലയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് സ്റ്റഡീസ് ഉണ്ടാക്കും. പക്ഷേ ബ്രാൻഡ്സ് അത് ഉണ്ടാക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഓരോ സമയത്തും ക്യാമ്പയിൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മളെ ക്യാമ്പയിൻസ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ അതിനനുസരിച്ച് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാം, അത്തരത്തിൽ സയൻറ്റിഫിക്കലി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എനിക്ക് തോന്നുന്നു തീരെ ബഡ്ജറ്റ് ഉണ്ടാവില്ല മാർക്കറ്റിങ്ങിനൊന്നും. ഇപ്പോൾ അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ട് അൾട്ടിമേറ്റ്ലി പ്രാക്ടീസസ് വേണം, മാർക്കറ്റിംഗ് പ്രാക്ടീസ് വേണം. ഇപ്പോൾ ചാനൽ മറ്റേ ആഡ്സിൽ റൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ആദ്യം തന്നെ നമ്മുടെ സർക്കിളിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വാട്സപ്പിൽ ഇപ്പോൾ ഞാനിത് തുടങ്ങിയ സമയത്തായാലും നമ്മൾ ആദ്യം നമ്മളെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടും ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ ഒരാൾ വരും, ഒരാളായിട്ട് സംസാരിക്കുന്നു, നമ്മൾ ആ വർക്കിൽ നമുക്ക് ഓക്കെ അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മളത് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നു, ആൾ സാറ്റിസ്ഫൈഡ് ആവുന്നു, അപ്പോൾ നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അത് വേറെ ആൾ കാണും, അപ്പോൾ മറ്റാൾക്ക് ട്രസ്റ്റ് ആവും, വേറൊരാളും കൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യും, ഇയാളുടെ ഒരു റെഫറൽ വരാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എന്ത് ചെയ്താലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രോസസ് ഡ്രിവൺ ആയിട്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. അതൊരു പ്രോസസ്സ് ആയിരിക്കണം, എന്നാലേ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് വരൂ എന്നുണ്ടെങ്കിൽ അതും അപകടമാണ്. നിങ്ങൾ ആ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൺസ് നമുക്ക് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഒരു എസെൻഷ്യലാണ്. നമ്മളൊരിക്കലും ആ ഒരു ലൂപ്പിൽ വീഴാതെ നമുക്കതിനൊരു പ്രോസസ്സാക്കി ഒരു സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് അതിനെ മോണിറ്റർ ചെയ്യാനും
നമുക്ക് പറ്റണം. അതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ KPIs ഒക്കെ എപ്പോഴും മാർക്കറ്റിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുള്ളൊരു പോസിബിലിറ്റി വന്നോടുകൂടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് മാർക്കറ്റിംഗ് ആയിട്ട് കാണുന്നത് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗാണ്. അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അത് മാത്രമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ഓണേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ മടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തം ബ്രാൻഡിനെ. അതെ, സ്വന്തം ബ്രാൻഡിനെ ഒരു സ്റ്റാറ്റസ് ഇടാനൊക്കെ ആയിട്ടൊരു മടി. എന്തുകൊണ്ട് എന്നാൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമുക്കത് പ്രൊമോട്ട് എവിടെയൊക്കെ ചാനൽസിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഗോൾ. ഇപ്പോൾ നമുക്ക് ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതെ, ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്ക് എൻഗേജ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്സും ഒരുപാട് പ്രാക്ടീസസും ഇപ്പം ഇന്ന് ഭയങ്കര സജീവമാണെല്ലാം. മാർക്കറ്റ് ഭയങ്കര ലൈവാണ്, ആളുകളെല്ലാം ഫുള്ള് ലൈവാണ്. അതെ, അതെ, അതെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് പേര് കാണാം ബിസിനസ് കാർഡ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അതെ, അതെ, അതെ. ഭയങ്കര അഗ്രസീവായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ നെറ്റ്വർക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ട്, പുള്ളി ഏത് ഇവൻറ്റിന് പോയാലും പുള്ളിനെ കാണാം. പുള്ളി ഭയങ്കര എന്തോ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ പുള്ളി എല്ലാവരുമായിട്ടും പോയി സംസാരിക്കും, ഭയങ്കര ആക്റ്റീവാണ്. ഞാനിങ്ങനെ ഇന്നൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ വാങ്ങും, എല്ലാവരുടെയും നമ്പർ വാങ്ങും. പിറ്റേ ദിവസം തൊട്ട് ബ്രോഡ്കാസ്റ്റ് വരും. എൻ്റെ മനസ്സിലൊക്കെ അയാൾ ഒരു സെഗ്മെന്റ് ഓർമ്മ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ആളെ ഓർമ്മ വരുന്നേ. എപ്പോഴും ഒരു ദിവസം കണ്ടിട്ടുള്ളതാണ്. നമ്മൾ റെഫർ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 3-4 പേർക്കൊക്കെ റെഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നിലനിർത്തുന്നതിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അതെ, അതെ. ജസ്റ്റ് അവിടെ പോയി ഷെയ്ക്കാൻഡ് കൊടുത്ത് അതെ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമാണ് ഈ ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ച്. ഒന്നിനും സമയം കിട്ടില്ല, പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പറേഷൻസ് നോക്കണം. ഇവണ് ഭൂരിഭാഗം മാർക്കറ്റിങ്ങും ഹെഡ് ചെയ്യുന്നത് എന്താ പറയുക മെയിൻ ഓണേഴ്സ് തന്നെ ആയിരിക്കും. മാർക്കറ്റിങ്ങിൽ കീ ഡിസിഷൻസ് എടുക്കുന്നതും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ. ശരിക്കും മാർക്കറ്റിംഗ് ഒക്കെ ഒന്ന് സേഫ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആളുടെ ഒരു ഏറ്റവും വലിയ ബാധ്യത കുറഞ്ഞു. അതെ, സ്കെയിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഈ ഒരു ലൂപ്പിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളും പഠിച്ച് വളർന്ന് വരുന്ന ഒരു രീതിയാണ്. ഇപ്പം നമ്മളായാലും ഇതൊക്കെ മനസ്സിലാക്കി. ഇപ്പം ഞാനിപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലയൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോസസ്സുകൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പ്രോസസ്സുകൾ. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ തന്നെ ചിലപ്പോൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പക്ഷേ ഒരു സമയത്ത് നമുക്ക് ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതെ, ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നു, ഒരു സ്റ്റാഫ് പോയി. അപ്പോൾ ആൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ആളാണ്. ഭൂരിഭാഗം പേരും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. ഒരു സ്റ്റാഫ് നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു മേഖല പുതിയ ഒരാൾ വരുമ്പോൾ അവിടെ പെർഫോമൻസ് കിട്ടുന്നില്ല, സെയിൽ ഒറ്റയടിക്ക് താഴത്ത് പോകുന്ന വിഷയം. അത് പ്രോസസ്സ് ഇല്ലാത്തത് തന്നെയാണ് മാർക്കറ്റിങ്ങിന്. അപ്പോൾ അൾട്ടിമേറ്റ് ആയൊരു പ്രോസസ്സ് അത് നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ടൊരു പ്രോസസ്സ് ഇനീഷ്യലി ഉണ്ടാക്കിയാൽ മതി. ഭയങ്കരമായിട്ട് ഫണ്ട് ഇറക്കി ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യണമെന്നില്ല. ബേസിക് ആയിട്ടൊരു പ്രോസസ്സ് ഉണ്ടാക്കി വെക്കാം, പ്രാക്ടീസസ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നമ്മൾ ഇന്നെല്ലാ മാസവും ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനെ നമ്മൾ ഇന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യണം, ഇന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ബഡ്ജറ്റ് കൂടുതൽ അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ ബിസിനസ് ഓണേഴ്സും എല്ലാവരും ഫണ്ട് ഇറക്കാനൊക്കെ എല്ലാവരും ഫണ്ട് ഇറക്കാൻ വില്ലിങ്ങ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഫണ്ട് ഇറക്കണോണ്ടൊന്നും ഒരാൾക്കും മടിയില്ല. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇറക്കാനായിട്ടുള്ളൊരു ധൈര്യമില്ല, പേടി. അതില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നവരുണ്ട്. മാർക്കറ്റിംഗ് എന്താണ്, ഇതെങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യണമെന്നോ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാണ്ട്. അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി ഇവർ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇവർക്കറിയാം. മാർക്കറ്റിൻ്റെ ഇൻസൈറ്റ്സ് ഏത് ദിവസം എത്ര രൂപ അക്കൗണ്ടിൽ കയറുന്നുള്ളതൊക്കെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മനക്കണക്കായിട്ടുള്ള ആളുകളുണ്ട്. അതെ, പക്ഷെ ഇത് പേപ്പറിൽ വേണം, ഡോക്യുമെൻ്റ് ആയിട്ട് വേണം, ഡാറ്റ ആയിട്ട് വേണം. എന്നാലേ അത് ഒരു സിസ്റ്റമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ റീബ്രാൻഡിങ് ഒരു മെയിൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ റീബ്രാൻഡിങ് എപ്പോൾ ചെയ്യണം, എന്തിനു ചെയ്യണം? ഈ റീബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ
റീബ്രാൻഡിങ് വെറുതെ നമുക്ക് ലോഗോ ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞ് തോന്നുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല റീബ്രാൻഡിങ്. റീബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ തന്നെ റീപൊസിഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ റീബ്രാൻഡ് ചെയ്യേണ്ടത്. നമ്മളെന്താണ് നമ്മളെക്കുറിച്ച് ഒരു പെർസെപ്ഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കലാണ്. അപ്പം നമ്മൾ ആ പെർസെപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു റീബ്രാൻഡിങ്ങിലേക്ക് കടക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും മെർജിങ്ങോ അക്വിസിഷൻസോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പോൾ റീസെൻ്റ്ലി ജാഗ്വറിൻ്റെ റീബ്രാൻഡിങ് ഒക്കെ കണ്ടില്ലേ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഡിസൈൻ വേൾഡിൻ്റെ അകത്ത് കുറച്ചും കൂടി വളരെയധികം ചലനങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു റീബ്രാൻഡിങ് ആയിരുന്നു. ഓ, ജാഗ്വർ പോലുള്ളൊരു ബ്രാൻഡിങ്ങിന് ഒരു സാധനത്തിലേക്ക് വന്നു, അപ്പോൾ ഒരുപാട് പേര് അതിനെ സ്വാഗതം ചെയ്തു, ഒരുപാട് പേര് വിമർശിച്ചു. അതെ, ഒരുപാട് പേര് വിമർശിച്ചു. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു റീബ്രാൻഡിങ്, ആ ലോഗോ ഒരു ഇത്. അപ്പോൾ ഈ റീബ്രാൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ചില ബ്രാൻഡ്സ് ഇപ്പോൾ അവരുടെ ഒരു എന്താ പറയുക പഴയ ലോഗോ ഒക്കെ ഇരിക്കും. അപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് തോന്നിയിട്ട് ഇവർ ഒരു ബ്രാൻഡിങ് ഏജൻസിനെ സമീപിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ റീബ്രാൻഡ് ചെയ്യണം, അപ്പോൾ ലോഗോ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കൂടി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു പോയിന്റ് വരാം, അവർ പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോഗോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവില്ല. അവിടെ ചിലപ്പോൾ അവർക്ക് അവരുടെ ലോഗോനെ തന്നെ ഒന്ന് ഇമ്പ്രോവൈസ് ചെയ്താൽ മതിയാവും. അതെ, ഏതായാലും നമ്മൾ മാറ്റല്ലേ, അപ്പോൾ ഫുള്ള് മാറ്റാം എന്നുള്ളൊരു തീരുമാനമൊക്കെ ചിലപ്പോൾ, കാരണം ഓൾറെഡി ആളുകൾ കാരണം പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അതിനോടൊരു അടുപ്പുണ്ടായിരുന്നത് പോയ പോലെയൊക്കെ തോന്നും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ചെറിയ ബിസിനസ്സുകൾ വരെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് പല രീതിയിൽ, പല ബിസിനസ്സുകളും. ഇപ്പം ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല, വളരെ സുതാര്യമാണ് എല്ലാവർക്കും. ഇപ്പോൾ വീട്ടിലിരുന്ന ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ കമ്പനി സെക്രട്ടറി എന്താണെന്നുള്ളത് ഇപ്പോൾ ഭൂരിഭാഗം പേർക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരേ കമ്പനി സെക്രട്ടറി എന്താണെന്ന്, കാരണം ഒരുപാട് ആഡുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിസിനസ് ഓണേഴ്സ്. അതെ, ഈ നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, എങ്ങനെ ബ്രാൻഡിങ് ചെയ്യണം. ഇപ്പോൾ ചാറ്റ് GPT AI ഒരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് ഒന്നും വേണമെന്നില്ല. ഒരു ചാറ്റ് GPT യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡിങ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇതിൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു എൻക്വയറി വന്നു. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഭവം കേട്ടോ. എനിക്ക് പുള്ളി ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പുള്ളിയുടെ ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്തൊരു ബ്രീഫ് വന്നു. ഓഡിയൻസ് ആരാണ്, അവരുടെ പേഴ്സൺ എന്താണ്, അതിൻ്റെ കഴിഞ്ഞിട്ട് അവരുടെ ബിസിനസ് ഗോൾസ് എന്താണ് ഒക്കെ പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ്. ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലയൻറ്റ് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് തരുന്നത് കാണുന്നത്. മറ്റേത് നമ്മളൊരു ക്വസ്റ്റ്യനർ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ അവരായിട്ട് ഇരിക്കും, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ മാർക്കറ്റ് ചെയ്തതിന് ഓക്കെ ഇന്നതാണ്, ഓക്കെ നിങ്ങളുടെ ടാർഗറ്റ് ഗോൾസ് എന്താണ് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യില്ല പതിവ്. പക്ഷേ ഇതൊരാൾ ഫുൾ പാക്കായിട്ടൊരു ഡോക്യുമെൻ്റ് വന്നു. സി, അപ്പോൾ ആളുകൾ അതിനെ അഡ്വാൻറ്റേജസ് ലിവറേജ് ചെയ്യുന്നുണ്ട്. എയുടെ അതുപോലെയുള്ള എന്താ പറയുക ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രെയിം വർക്ക്സ് ആയാലും എന്താ പറയുക ബ്രാൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, ബ്രാൻഡ് കൺസൾട്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവില്ല അത്. അപ്പോൾ ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ടിങ്ങിന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാനും അവർക്ക് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ എപ്പോഴും വിഷണറീസ് തന്നെയാണ് എപ്പോഴും ബ്രാൻഡ്സിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഒരു ഇപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പൊസിഷനിങ് വേണ്ടിയുള്ള അത് മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായി. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഏജൻസീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ. ഓക്കെ. ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് ചോദിക്കാനുള്ളത്, നമ്മൾ വലിയൊരു ഓഫീസ്, നല്ലൊരു കിടിലം ഓഫീസ് അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് മീൻസ് എന്താ പറയുക, ഒരു വലിയൊരു അടിപൊളി ഒരു ഓഫീസ് അല്ലെങ്കിൽ നല്ലൊരു ഷോറൂമൊക്കെ തുറന്നു. പക്ഷേ കസ്റ്റമർ എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ, ആവറേജ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പ്രശ്നമായിരിക്കും? ബ്രാൻഡിങ്ങിൻ്റെ പ്രശ്നമാണോ അതേ ഓപ്പറേഷൻസിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത്? അത് ഡെഫിനറ്റ്ലി ഓപ്പറേഷൻസിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ ജേണി നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് സ്റ്റോറി ഉണ്ടാവും. ഇപ്പം അല്ലേ, നമ്മളുടെ ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഒരു കസ്റ്റമർ നമ്മളുടെ ബ്രാൻഡിനെ എന്താ പറയുക പരസ്യം കണ്ടത് മുതൽ അവർ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് പോകുന്ന വരെയുള്ള സർവീസുകളുണ്ടാവും. ഒരു ഏരിയ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിൽ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർവീസ് സെൻ്ററുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒക്കെ ഒരു അപ്രോച്ച് കണ്ടിട്ടില്ലേ, വളരെ എന്താ പറയുക, സാർ ഹായ് സാർ, നമ്മളെ വളരെ കസ്റ്റമർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, അവരെ നന്നായിട്ട് വിഷയം നമ്മൾ സംസാരിക്കുക, അവർക്ക് ഭയങ്കരമായിട്ട് സുതാര്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സംഭവം.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഇപ്പം ഇന്നത്തെ കാലത്ത് ഒതൻറ്റിസിറ്റിയാണ് എല്ലാവർക്കും വേണ്ടത്. ഈ ഒതൻറ്റിസിറ്റിയാണ് എല്ലാവരും നോക്കുന്നതും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ സെറ്റപ്പും കാര്യങ്ങളിലുപരി എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ റിലയബിളായിട്ട് നമ്മളായിട്ട് കുറച്ചും കൂടെ മിങ്കിളായിട്ട് നമ്മളുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്തു തരാൻ പറ്റുന്ന ആളുകളെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി, ബിസിനസ് നിൽക്കും. അല്ലാണ്ട് നമ്മൾ എത്ര ആംബിയൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. എംപ്ലോയീസിന് ഡെഫിനറ്റ്ലി ട്രെയിനിങ്സ് കൊടുത്തിരിക്കണം. ട്രെയിനിങ്സ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം അവർക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എംപ്ലോയീസിന് നമ്മുടെ ബ്രാൻഡ് എന്താണ്, നമ്മളുടെ വിഷൻ എന്താണെന്നുള്ളത്. അതെ, ഞാൻ എന്തിലോ ഒരു സംഭവത്തിൽ വായിച്ചതാട്ടാ, ഒരു നാസയിലോ അങ്ങനെ എന്തോ ഒരു സ്പേസ് സ്റ്റേഷനിൽ ഒരാൾ പോയ സമയത്ത് അവിടുത്തെ ഒരു ക്ലീൻ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിവിടെ എന്താ ചെയ്യണേന്ന്. ശരിക്കും ആളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. പക്ഷെ ആൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനിവിടെ ആളുകളെ സ്പേസിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ്. ആളൊരിക്കലും ക്ലീനിങ് ചെയ്യുന്ന ഒരാളായിട്ടല്ല ആൾക്ക് തോന്നിയിട്ടുള്ളത്. ആള് എന്തിനു വേണ്ടിയാണ് ക്ലീൻ ചെയ്യുന്നത്? ഇവിടെ ഒരു ദൗത്യം നടക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒരു പാർട്ടാണ്, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി ക്ലീനിങ് ആണ്. അതായത് അവർ ആ വിഷനിലാണ് അലൈൻഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനിൽ അലൈൻഡ് ആയിട്ടായിരിക്കണം എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടത്. ഓണർ ഒരു സാധനം ചിന്തിക്കുന്നു, മാർക്കറ്റിംഗ് ടീമിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു, മാർക്കറ്റിംഗ് ടീം അത് മാർക്കറ്റ് ചെയ്യുന്നു. ഇവിടെ ഓപ്പറേഷൻസ് വേറെ രീതിയിൽ പോകുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ വർക്കാവില്ല, ബ്രാൻഡിങ് വർക്കാവില്ല. ബ്രാൻഡ് പ്രോമിസ് ഡെലിവർ ആവണില്ലല്ലോ. അവിടെ പ്രോമിസ് ഡെലിവർ ആവില്ല, ഇത് പ്രോപ്പറായിട്ട് അലൈൻഡ് ആവില്ല. കസ്റ്റമർ എക്സ്പീരിയൻസും നമ്മളുടെ പ്രോമിസും എല്ലാം കറക്റ്റ് അലൈൻഡ് ആവുമ്പോഴാണ് ഈ ബ്രാൻഡ് പൊസിഷനിങ് ഹാപ്പൻ ആവണത്. ഇപ്പം നമുക്കിപ്പോൾ പറയുമ്പോൾ എന്തുകൊണ്ടും പറയാം, വി ആർ ദ നമ്പർ 1 ബിഗ്ഗസ്റ്റ് ഏജൻസി, വി ആർ ലൈക്ക് ദാറ്റ്, വി ആർ ലൈക്ക് ദിസ് എന്നൊക്കെ പറയാം. പക്ഷേ ഒരാൾ വന്ന് നമ്മളായിട്ട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതവർക്ക് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയണതിലൊന്നും കാര്യമില്ലല്ലോ. അതുപോലെയാണ്. അപ്പം നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുമോ, നമുക്ക് എന്ത് പറയാൻ പറ്റുമോ അത് പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ അത് ചെയ്താൽ മതി. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനെ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം. അതിനൊരു പ്രോസസ്സാക്കി നമ്മളത് ഈ ക്ലാരിറ്റി നമ്മൾ പ്രോപ്പറായിട്ട് വരുത്തിയിരിക്കണം. അത് ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ഒക്കെ കണ്ടിട്ടില്ല, അവരൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല, പക്ഷേ അവരൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാറുണ്ട് അവരുടെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോസസ്സുകൾ അവർ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയത്, എൻ്റെ ബിസിനസ്സിൽ കോൺഫിഡൻ്റ് ആയത് അത്തരത്തിലുള്ള പ്രാക്ടീസസ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തപ്പോഴാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രാൻഡ് കൺസൾട്ടിങ് ഒരാൾക്ക് ചെയ്യാൻ പോണ സമയത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കണം, റോഷൻ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളുടെ എന്താ പറയുക ഗ്യാപ്പ് അനലറ്റിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക റോഡ് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി വർക്ക് ചെയ്യാനായിട്ട്, എനിക്ക് ക്ലിയർ ആയി എൻ്റെ പ്രോസസ്സ് എങ്ങനെ ചെയ്യണം, എനിക്ക് എത്ര ക്ലയൻസും വേണം, എനിക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണം, വളരെ ക്ലിയറായി. അപ്പോൾ എനിക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ഐ ടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി മസ്റ്റാണത് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ, അതിനെ ബ്രാൻഡ് ആക്കുന്നതിലും. ഇപ്പോൾ ഈ ബ്രാൻഡ് കൺസൾട്ടിങ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതിലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയായിരിക്കും ഈ ബ്രാൻഡ് കൺസൾട്ടിങ്, ബ്രാൻഡ് മാനേജ്മെൻറ്റിലൊക്കെ? ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ബ്രാൻഡ് കൺസൾട്ടിങ് എന്നുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാരണം ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ അനലറ്റിക്സ് ഉണ്ട്, മറ്റേ സൈക്കോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, എല്ലാം ഉള്ള ഒരു മേഖലയാണ് ഈ ബ്രാൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ബ്രാൻഡ് കൺസൾട്ടിങ് എന്നൊക്കെയുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പോസിബിലിറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രാൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെസിഗ്നേഷൻ എല്ലാ ബ്രാൻഡ്സിലും ആവശ്യമാണ്. ഇന്നത് എസെൻഷ്യലാണ്. കാരണം ഇപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ ബുദ്ധിമുട്ടുന്നത് ഇവരെ ട്രഡീഷണൽ ബിസിനസ് മെത്തേഡ്സും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ പുതിയ മേഖലയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തെ
ഇന്നോവേഷൻസും തമ്മിൽ അലൈൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാർക്കറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക്ഡിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബ്രാൻഡ് മാനേജേഴ്സിന് എത്രയോ ആളുകൾ ഹയർ ചെയ്യുന്നത്. അതെ. അപ്പോൾ ബ്രാൻഡ് മാനേജ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത്, പക്ഷേ ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, നമ്മളതിൽ കുറച്ചും കൂടെ ഡൈവേഴ്സായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം, ഒരു കോപ്പി റൈറ്റിങ്ങിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ വേണം, മീഡിയ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അതുപോലെ ട്രഡീഷണൽ ചാനൽസിന് അറിഞ്ഞിരിക്കണം. അത് ഇപ്പോൾ എനിക്കൊന്നും ട്രഡീഷണൽ ചാനൽസൊന്നും ആദ്യം വല്ലാണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഞാൻ പിന്നീട് ഒരു ബ്രാൻഡിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ട്രഡീഷണൽ ചാനൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രഡീഷണൽ ചാനൽസിനെയും ഇതിനെ നമ്മൾ അലൈൻ ചെയ്യണം. നമ്മൾക്ക് എത്രയൊക്കെ ട്രഡീഷണൽ ചാനൽസിനെ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മളൊക്കെ ഒരു എക്കോസിസ്റ്റമാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത്. ഇപ്പോൾ അവർ ത്രൂ പരസ്യം ചെയ്യുക എന്നുള്ളതിൽ ഉപരി നമുക്ക് നല്ല റിലേഷൻഷിപ്പുകൾ, മറ്റു പല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും നമ്മുടെ ബ്രാൻഡിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള ലെവലിൽ പല പോസിബിലിറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളത്, കാരണം അത്രയും മാർക്കറ്റിൽ ഡിമാൻഡ് കിടക്കുക. അതെ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഖല തുറന്നു വരുന്നുള്ളൂ. ബ്രാൻഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെസിഗ്നേഷൻ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അതിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് വളരെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പുതിയ പുതിയ ആളുകളും ഈ ഒരു ബ്രാൻഡ് മാനേജ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ട്രഡീഷണൽ മാർക്കറ്റിങ്ങോ മാത്രമല്ല, അതിനൊരു വട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ട് അതിലെല്ലാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ അനലറ്റിക്സ്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം, അനലൈസ് ചെയ്യാൻ പറ്റണം, നോക്കാൻ പറ്റണം, അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്കൊരു വിചാരം ഉണ്ടാവും ലോഗോ ആണ് ബ്രാൻഡിങ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഫീഡ്ബാക്കും സജഷൻസും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അതെ, അവരുടെയൊക്കെ ഫീഡ്ബാക്സുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നത്. അതെ. നമുക്കിപ്പോൾ ഇതിപ്പോൾ ബ്രാൻഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം എന്നല്ല, ഇതിനാരും ഡെഫിനിഷനൊന്നും കൊടുത്തിട്ടുള്ളൊരു കാര്യമല്ല. ഇതെല്ലാം എന്താ പറയുക, കണ്ടുപിടുത്തങ്ങളും ഓരോരുത്തരുടെ പരീക്ഷണങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവലാണ്. അപ്പോൾ കൂട്ടമായിട്ടുള്ള പരിശ്രമങ്ങളാണ് എപ്പോഴും വിജയം കണ്ടിട്ടുള്ളത്. നോക്കിപ്പോൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് കൂടെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യുക. ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യണം അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ കൺസൾട്ടന്റുമാരുണ്ടാവും, ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവും, മാർക്കറ്റേഴ്സ് ഉണ്ടാവും. എല്ലാവരും കൂടെ ചേർന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക. ബൈ.